ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, നിങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരായ നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ അടിമകളായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ള ഉത്തമ ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു തീരുമാനിച്ച ജീവിതം, അവൻ തീരുമാനിച്ച മരണം, അതിനെ മറികടക്കാൻ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള സൃഷ്ടികളായിട്ടുള്ള ഒരാൾക്കും ഈ ഭൂമിലോകത്ത് സാധ്യമാവുകയില്ല. എപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള യാതൊരു തരത്തിലുള്ള മുൻധാരണയും അല്ലെങ്കിൽ പ്രവചനമോ നമുക്ക് നടത്താൻ വേണ്ടി കഴിയില്ല. കാര്യങ്ങളൊക്കെയും നടക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ഭൂമിയും ആകാശവും അതിനിടയിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈയൊരു ബോധം എപ്പോഴും മനുഷ്യരായ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നാണ് വിനയമുണ്ടാകുന്നത്, അള്ളാഹുവിൻ്റെ അടിമകളായി നമ്മൾ മാറുന്നത്. അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്നത്, അവൻ കൽപ്പിച്ചത് മാത്രമേ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അവനിഷ്ടമില്ലാത്തത്, അവന് പൊരുത്തമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ നല്ല അടിമകളായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. അവശേഷിക്കുന്ന ജീവിതം അവൻ്റെ ത്വാഅത്തിലായി അനുസരണയിലായി കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്നവർ, പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അവർക്കൊക്കെയും അള്ളാഹു ആജിലായ മുസ്തമിറായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ, സാലിഹീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കും ലോകത്തിനും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വാസികൾ എന്ന രീതിയിൽ നമുക്കുള്ള ബാധ്യതകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയതാണ്. അതിലെ അവസാനത്തെ ബാധ്യത പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളെ കുറിച്ച് അറിയുക, അവരുടെ ജീവിതം പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചവൻ നമ്മളോട് പറയുന്നുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളിൽ നിന്നും അൻസാരികളിൽ നിന്നും നേരത്തെ ഇസ്ലാം സ്വീകരിച്ചത്, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നീട് നല്ല രീതിയിൽ അവരെ പിന്തുടരുകയും ചെയ്ത ആൾക്കാർ. ഇഹ്സാനോടുകൂടി ജീവിതം നന്നാക്കണം, പടച്ചവൻ ഇഷ്ടമുള്ളതാക്കി തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇസ്ലാമിനെ നേരിട്ട് അനുഭവിച്ച, നേരിട്ട് കണ്ട, പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് സാക്ഷിയായിട്ടുള്ള ആൾക്കാരെ നന്നാവണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പിന്തുടരുകയും ചെയ്ത ആൾക്കാർ. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരിൽ അല്ലാഹു തൃപ്തരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ചവൻ പറയാണ്. പടച്ചവന്റെ പൊരുത്തത്തിനും തൃപ്തിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ, അടിവാരങ്ങളിൽ കൂടി പുഴകളൊഴുകുന്ന സ്വർഗങ്ങൾ അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ദാലികൽ ഫൗസുൽ അദീം, ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വിജയം അതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സ്വർഗത്തിന് അർഹരാവുക, പടച്ചവന്റെ തൃപ്തി നേടുക, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു വിജയം ഒരു മനുഷ്യന് നേടിയെടുക്കാനില്ല. അങ്ങനെ നേടിയെടുക്കണമെങ്കിൽ മുന്നോറുകളായിട്ടുള്ള സഹാബാക്കളുടെ ജീവിതത്തെ നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും
നന്നാവണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവരെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുന്നുണ്ട്. അവരുടെ അടിസ്ഥാനത്തിൽ സഹാബാക്കളെ അറിയല്, സഹാബാക്കളെ മനസ്സിലാക്കല്, അവരുടെ ജീവിതത്തെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തൽ, അതൊക്കെയും നമ്മുടെ വിജയത്തിന്റെ കാരണമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹാബാക്കളെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാനൂ അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരാണ് അവർ ഖുലൂബ, നല്ല ഹൃദയശുദ്ധിയുള്ളവരാണ്. അഅമഖുഹും ഇൽമ, അഗാധമായിട്ടുള്ള വിജ്ഞാനമുള്ളവരാണ്. വഅഖല്ലുഹും തകല്ലുഫ, തകല്ലുഫില്ലാത്തവരാണ്, ജീവിതത്തിൽ നാട്യങ്ങളില്ലാത്തവരാണ്. ആ വിഷയമായിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗുണം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അഖല്ലുഹും തകല്ലുഫ, തകല്ലുഫ് ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നാടകമാവരുത് ജീവിതം. മറിച്ച് ഭൗതികപരമായിട്ടാവട്ടെ, ഐഹികമായിട്ടാവട്ടെ, ആഖിറത്തിന്റെ വിഷയത്തിലാവട്ടെ, വിശ്വാസപരമായും കർമ്മപരമായും കുടുംബപരമായും ഒക്കെ സാമ്പത്തികമായും ഒക്കെ തകല്ലുഫില്ലാതെ ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. തകല്ലുഫില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നാടകങ്ങളില്ലാതെ, നാട്യങ്ങളില്ലാതെ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം ഒരിക്കലും നമ്മുടെ അടുത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇല്ലാത്തത് നേടിയെടുക്കുവാനുള്ള ശ്രമവും ഉള്ളതിൽ അഹങ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തകല്ലുഫിന്റെ ചെറിയൊരു രൂപം എന്ന് പറയുന്നത്. ഇല്ലാത്തത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് നമുക്ക് ഉറപ്പാണ്, എന്നിരുന്നാലും ഇല്ലാത്തത് നേടിയെടുക്കാനും അല്ലെങ്കിൽ നമുക്കില്ലാത്തതിൽ നമ്മൾ അഭിനയിക്കുകയും ഉള്ളതിൽ നമ്മൾ അഹങ്കരിക്കുകയും ചെയ്യുന്നതിനാണ് തകല്ലുഫ് എന്ന് പറയുന്നത്. മതപരമായും ഭൗതികമായിട്ടും ആ തകല്ലുഫിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്തു. നമ്മളുടെ മക്കളുടെ കല്യാണം അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നല്ല രീതിയിൽ നടത്തി. ഞാൻ അങ്ങനെ നടത്താതിരുന്നാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും മക്കളുടെ കല്യാണങ്ങളും ആഘോഷങ്ങളൊക്കെ തകർക്കുന്ന ആൾക്കാരുണ്ട്. അഖല്ലുഹും തകല്ലുഫ, അത് തകല്ലുഫിന്റെ ഭാഗമായിട്ടാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നുഹീന അനി തകല്ലുഫ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ദീനിൽ അങ്ങനെയുള്ള ഒരു തകല്ലുഫ് ഇല്ല. അത് ആരാധനയിലായാലും ഭൗതികപരമായിട്ടുള്ള കാര്യത്തിലായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു മിതത്വം, ലാളിത്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആരാധനയുടെ വിഷയത്തിൽ പ്രധാനമായിട്ടും നമ്മളത് ശ്രദ്ധിക്കണം. നമുക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്ക് നമ്മൾ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ദീന് നമ്മളോട് കൽപ്പിക്കുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു മനുഷ്യന് എന്താണോ കഴിയുന്നത് അപ്പുറത്തേക്ക് മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതൊന്നും ദീനിൽ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് വളരെ ലളിതമായി കൊണ്ട് ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്നദീന യുസ്റുൻ വല യുശാദ്ദദ്ദീനു ഇല്ലാ ഗലബഹു. ദീൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഒരാള് അത് ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാലല്ലാതെ ദീൻ അയാൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോഴൊക്കെയും നബി തങ്ങൾ വളരെ ലളിതമായ രീതിയിലാണ് ദീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തത്. ഒരു അറാബി നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസുറത അലയ്യ. ഇസ്ലാമിന്റെ ശരീഅത്ത് എന്ന് പറയുമ്പോൾ, ഇസ്ലാമിലെ നിയമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട്. അമലുകൾ എണ്ണി നോക്കുകയാണെങ്കിൽ കുറെ അമലുകളുണ്ട്. ഇതിൽ ഏതാണ് ഞാൻ ചെയ്യുക? എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ കുറെ ഉണ്ടല്ലോ നബിയെ, അതുകൊണ്ട് എന്ത് ഞാൻ ചെയ്യും എന്ന് ആ സഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ലളിതമായി ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, അഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി. നബിയെ, ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി കഴിയുന്ന ദീനിന്റെ ഒരു സമഗ്രം, ഒരു ചുരുങ്ങിയ രൂപം അങ്ങൊന്ന് എനിക്ക് പറഞ്ഞു തരണം. നബി തങ്ങൾ വളരെ ലളിതമായി ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ല. താങ്കളുടെ നാവിൽ എപ്പോഴും അല്ലാഹുവിന്റെ ദിക്ർ ഉണ്ടാകട്ടെ. താങ്കളുടെ നാവിൽ എപ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കുക, അയാളുടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് ദീനിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, ദീനിൽ ഒരുപാട് അമലുകളുണ്ട്. പക്ഷെ എനിക്ക് ലളിതമായി എപ്പോഴും ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഈ ദീനിനെ ഒന്ന് ചുരുക്കി തരണം നബിയെ എന്നാണ് ആറാബി വന്നിട്ട് ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ലളിതമായി കൊണ്ട് ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു,
ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ല, നിന്റെ നാവിൽ എപ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടായിരിക്കണം. ദിക്ർ കൊണ്ട് നിന്റെ നാവ് നനയണം. ദിക്റില്ലാത്തൊരവസ്ഥ വളരെ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയാൻ എന്താണ് പ്രയാസമുള്ളത്? നിരന്തരമായി നീ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നിന്റെ വിജയത്തിന് മതിയായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വീട്ടിലുള്ള സ്ത്രീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി ആ സ്ത്രീയുടെ പോരിശ പറയാൻ വേണ്ടി തുടങ്ങി, മഹത്വം പറയാൻ വേണ്ടി തുടങ്ങി. നബിയെ, ഈ സ്ത്രീ ആരാന്നറിയില്ലേ? രാത്രികാലങ്ങളിൽ മുഴുവൻ നമസ്കാരമാണ്, ദിവസവും നോമ്പാണ്, ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആരാധനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന, സദാസമയവും നോമ്പെടുക്കുന്ന, സദാസമയവും ഖുർആൻ ഓതുന്ന, സദാസമയവും ദിക്റിലായി കഴിയുന്ന, ഇബാദത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണിതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉമ്മ, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അലൈക്കും ബിമാ തുത്തീഖൂൻ, നിങ്ങൾക്ക് കഴിയുന്ന പണിയെടുത്താൽ മതി. 1-2 ദിവസം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എന്ത് കഴിയുന്നു അത് മാത്രം നിങ്ങൾ ചെയ്യുക. അലൈക്കും ബിമാ തുത്തീഖൂൻ, നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ കുറച്ച് ആൾക്കാർ, യുവാക്കളായിട്ടുള്ള ആൾക്കാർ ആവേശത്തോടു കൂടി നബി തങ്ങളുടെ ആരാധനയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ തന്നെ വരുന്നുണ്ട്. ആയിഷ ബീവി അവർക്ക് നബി തങ്ങളുടെ ജീവിതത്തിലുള്ള ആരാധനകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നീട് ആ യുവാക്കൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്, നമ്മൾ പലപ്പോഴായിട്ട് കേട്ടതാണ്. അതിലൊരാൾ പറയുന്നുണ്ട്, ഞാൻ ഇനി കല്യാണം കഴിക്കണമെന്നില്ല, എന്റെ ജീവിതം ദീനിന് വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ്. മറ്റൊരാൾ പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഇനി എല്ലാ ദിവസവും നോമ്പായിരിക്കും. മറ്റൊരാൾ പറയുന്നു, ഞാൻ ഇനി എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന പ്രശ്നമില്ല, രാവിലെ ഞങ്ങൾ പണിയെടുക്കും, രാത്രി മുഴുവൻ നിസ്കാരമായിരിക്കും. നിമിതങ്ങൾ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, അതെന്റെ സുന്നത്തല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ട്, രാത്രി ഞാൻ ഉറങ്ങാറുണ്ട്, അല്പസമയം എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ട്, ഞാൻ ഒരു ദിവസം നോമ്പെടുക്കും, വേറൊരു ദിവസം നോമ്പില്ലാതിരിക്കും, എല്ലാ ദിവസവും നോമ്പ്, എല്ലാ സമയവും നിസ്കാരം, അങ്ങനെ ഒരു രീതി എന്റെ സുന്നത്തല്ല. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തല്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ദീനിലും നമ്മൾ അതിര് കടക്കുക, ദീനിലും നമ്മൾ വല്ലാണ്ട് അങ്ങോട്ടാവുക, അതൊരിക്കലും ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച കാര്യമല്ല. ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സുന്ദരമായിട്ടുള്ള, ലളിതമായിട്ടുള്ള ദീനാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിലും നിത്യമായിട്ട് ചെയ്യുക. കാരണം അതാണ് പടച്ചവൻ ഏറ്റവും ഇഷ്ടം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല. നിങ്ങൾ കുറച്ചേ ചെയ്യുന്നുള്ളൂ, ഒരു 2 റക്അത്ത് മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കുന്നുള്ളൂ, മതി. ആ തഹജ്ജുദ് നമസ്കാരം മുടങ്ങാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുക. 100 ദിക്റുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവായിട്ട് ചെയ്യുന്നത്, ആ 100 ദിക്ർ മതി. പക്ഷേ അത് മുടങ്ങാൻ വേണ്ടി പാടില്ല. ആവേശത്തോടു കൂടി നമ്മൾ 10-12 റക്അത്തൊക്കെ തഹജ്ജുദ് നമസ്കരിക്കുന്നു, പിന്നീട് അങ്ങോട്ട് അതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നിയിട്ട് ഒഴിവാക്കുന്ന ഒരവസ്ഥയെക്കാളും ഏറ്റവും നല്ലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ചെയ്യുന്നത് കുറച്ചാണെങ്കിലും നിങ്ങളത് പതിവായിട്ട് ചെയ്യുക എന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിലും ദീനിന്റെ സകാത്ത് കൊടുക്കുന്ന വിഷയത്തിലാവട്ടെ, സ്വതക്ക കൊടുക്കുന്ന വിഷയത്തിലാവട്ടെ, ഇത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, ഞാൻ വലിയ സമ്പന്നനാണ്, അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ അനന്തരാവകാശിയായിട്ട് ഒരൊറ്റ മോള് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, ഒരു മോക്ക് ഇത്രയും സമ്പത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സമ്പത്തിന്റെ 3/2 ഭാഗവും ദീനിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി പോവാണ്. എന്റെ സമ്പത്ത് 3ആയി ഭാഗിച്ച് അതിലൊരു ഭാഗം മാത്രം എന്റെ മോക്ക് കൊടുത്ത് ബാക്കി 2ഉം ഞാൻ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണെങ്കിൽ നബിയെ പകുതിയാക്കട്ടെ, പകുതി ദീനിനും കൊടുക്കാം, പകുതി എന്റെ മൂക്കും കൊടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 3 ഭാഗമാക്കിയിട്ട് 1/3 ഭാഗം ദീനിന് കൊടുത്തോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സുലുസ് വസ്സുലുസു കസീർ, ആ 1/1 തന്നെ ധാരാളമാണ്. പിന്നീട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, أن تدع ورثتك أغنياء خير من أن تذرهم عالة يتكففون الناس. നിന്റെ മക്കളെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നീ ഒഴിവാക്കി പോവുക
പോവുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരവസ്ഥ പിന്നീട് നിന്റെ കാലശേഷം നിന്റെ മക്കൾക്ക് ഉണ്ടാവുക, അതിനുണ്ടാവാൻ വേണ്ടി പാടില്ല. അതിനേക്കാളും ഹൈറായിട്ടുള്ളത് അവരുടെ ജീവിതം ഭദ്രമാവുന്ന രീതിയിൽ അവർക്ക് വേണ്ട സമ്പത്തൊക്കെ കൊടുത്ത് ദീനിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് പോകുന്നതാണ് താങ്കൾക്ക് ഏറ്റവും ഉചിതമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനുശേഷം നബി തങ്ങൾ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെലവഴിച്ചാലും അത് ദീനിന് പള്ളിക്ക് വേണ്ടി കൊടുക്കണമെന്നില്ല, മദ്രസക്ക് വേണ്ടി കൊടുക്കണമെന്നില്ല, അതിനൊക്കെ നിങ്ങൾ കൊടുക്കണം. പക്ഷേ അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് നിന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള നീ എടുത്തു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് സ്വതക്കയാണ്, അതിന് സ്വതക്കയുടെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കൂടെയുള്ള ആൾക്കാരുണ്ടല്ലോ, നിന്റെ വീട്ടിൽ ജീവിക്കുന്ന മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളതും ദീനിൽ സ്വതക്കയുടെ സ്ഥാനത്താണ് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ദീനിന്റെ വിഷയത്തിൽ നമ്മൾ തകല്ലുഫ് കാണിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് പറ്റാത്തത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പൊന്താത്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ, സാധിക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ, അത് തകല്ലുഫിന്റെ ഭാഗമാണ്. ആ തകല്ലുഫ് ഒരിക്കലും ഇസ്ലാം പ്രേരിപ്പിക്കുന്നില്ല എന്ന് ഹദീസുകളുടെയും പരിശുദ്ധ ഖുർആനിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇൽമിന്റെ വിഷയത്തിൽ ചില ആൾക്കാർ അങ്ങനെ തകല്ലുഫ് കാണിക്കാറുണ്ട്. ഇൽമിന്റെ വിഷയത്തിൽ ഇൽമ പഠിക്കണം, അറിവ് നേടണമെന്ന ആഗ്രഹം ഉള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് പഠിക്കണം എന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയുണ്ട്. പണ്ഡിതന്മാര് വളരെ ലളിതമായി സുന്ദരമായിട്ട് കിതാബുകളിൽ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില ആൾക്കാർ ഇൽമ പഠിച്ച് അവസാനം അവർക്ക് അറിയാനുള്ള ആഗ്രഹം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സംസാരിച്ച ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിന്റെ കളർ എന്തായിരുന്നു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മരംകൊത്തിയുണ്ട്, ആ മരംകൊത്തിക്ക് എത്ര ചിറകുണ്ടായിരുന്നു? അതിന്റെ കൊമ്പ് അല്ലെങ്കിൽ ആ മരംകൊത്തിയുടെ കാലിന്റെ കളർ എന്തായിരുന്നു? തൂവലിന്റെ കളർ എന്തായിരുന്നു? ഇങ്ങനെ ദീനിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നിടത്തേക്കൊക്കെ ആൾക്കാർ എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അതും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരിക്കലും ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് വന്നിട്ട് ചില ആൾക്കാർക്ക് ഇബാദത്തുകളിൽ ശ്രദ്ധ കൂടിക്കഴിഞ്ഞാൽ പിന്നീട് അതൊരു വസ്വാസായിട്ട് മാറാറുണ്ട്. പരിശുദ്ധ ഇസ്ലാം പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമാണ്. ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ അങ്ങനെ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇമാം അവറുകളെ, എനിക്ക് കുളി നിർബന്ധമായി കഴിഞ്ഞാൽ ഒരു 3 തവണയെങ്കിലും കുളത്തിൽ മുങ്ങും. എനിക്ക് കുളി നിർബന്ധമായി കഴിഞ്ഞാൽ 3 തവണയെങ്കിലും ഞാൻ കുളത്തിൽ മുങ്ങും. എന്റെ കുളി അപ്പോൾ ശരിയാവുമോ എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. 1 തവണയല്ല, 3 തവണ കുളത്തിൽ മുങ്ങിയതിന് ശേഷവും പിന്നീട് അയാൾക്കുള്ള സംശയം എന്താണ്? എന്റെ കുളി ശരിയാവുമോ എന്നുള്ളതാണ്. ഈ സമയത്ത് ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് നിസ്കാരം തന്നെ നിർബന്ധമില്ല, പിന്നെയല്ല കുളിക്കുന്ന കാര്യത്തെ കുറിച്ച് താങ്കൾ ആലോചിക്കേണ്ടതുള്ളൂ. താങ്കൾക്ക് നിസ്കാരം നിർബന്ധമില്ല. എന്തേ എനിക്ക് നിസ്കാരം നിർബന്ധമില്ലാത്തത് എന്ന് ചോദിച്ചപ്പോ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, 3 ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കുറ്റം ചെയ്താലും എഴുതൂല, രേഖപ്പെടുത്തൂല. അതിലൊരാള് അനിൽ മജ്നൂൻ, റുഫിയൽ ഖലം അൻ സലാത്തിൻ അനിൽ മജ്നൂൻ ഹത്താ യുഫീഖ. 3-ാമത്തെ ഭ്രാന്തനാണ്, അയാളുടെ ബോധം തിരിച്ചു വരുന്നത് വരെ. 3-ാമത്തെ ഭ്രാന്തനാണ്, അയാളുടെ ബോധം തിരിച്ചു വരുന്നത് വരെ. അദ്ദേഹത്തോട് അയാൾ പറഞ്ഞതാണ്, 1 തവണ കുളിച്ചാൽ തന്നെ താങ്കളുടെ കുളി ശരിയായി, 3 തവണയും കുളിച്ചിട്ട് താങ്കൾക്ക് കുളിച്ചോ എന്ന് ഒരു സംശയമുണ്ടെങ്കിൽ അത് താങ്കളുടെ കുഴപ്പമാണ്, ചികിത്സിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് താങ്കൾ നിസ്കാരം നിർബന്ധമില്ല, താങ്കൾ എത്ര വേണമെങ്കിലും കുളിച്ചോ എന്ന് ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇൽമ നേടുന്ന വിഷയത്തിലാവട്ടെ, ഇബാദത്തുകളുടെ വിഷയത്തിലാവട്ടെ, നമ്മളെക്കാളും അല്ലെങ്കിൽ നമുക്ക് കഴിയാത്തതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്ന് പറയുന്നത് തകല്ലുഫിന്റെ ഭാഗമാണ്. അത് ദീൻ പ്രോത്സാഹിപ്പിക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ തകല്ലുഫിന്റെ ഭാഗമായി പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ ചെയ്ത ഇബാദത്തുകളിൽ നമുക്ക് വലിയൊരു മഹിമ മനസ്സിൽ തോന്നാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു ദിവസം അറിയാതൊരു ജുസ് എങ്കിലും പാരായണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഉള്ളിലൊരു മതിപ്പുണ്ടാകും. ഞാൻ എന്തോ വലിയ ഇബാദത്ത് ചെയ്തു എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തും. അതും തകല്ലുഫാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ എത്ര അമലുകൾ ചെയ്താലും കുറഞ്ഞു പോയോ എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും ജീവിതത്തിൽ നമുക്കത് കാണാൻ വേണ്ടി
കഴിയും. ഒരിക്കലും അവർ ചെയ്ത അമലുകളുടെ പേരിൽ പ്രശംസിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചിരുന്നില്ല. പല ചോദ്യങ്ങളും ഇല്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷെ സഹാബാക്കൾ ചെയ്തിട്ടുള്ള അമലുകൾ അവര് പറഞ്ഞിട്ട് നമ്മൾ അറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. തബൂക്ക് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും സമ്പത്ത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും സമ്പത്ത് കൊണ്ടുവന്ന് വെച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുറച്ച് സമ്പത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ മാ അബ്തൈത, വീട്ടിൽ എന്താണ് ബാക്കിയുള്ളത്? അപ്പോഴാണ് അബൂബക്കർ തങ്ങൾ പറയുന്നത്, ഞാൻ വീട്ടിൽ എന്റെ അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ് ബാക്കിയാക്കിയിട്ടുള്ളത്. അഥവാ വീട്ടിലുള്ള മുഴുവനും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറഞ്ഞതല്ല. പിന്നെയോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയേണ്ടി വന്നതാണ്. അതല്ലായിരുന്നെങ്കിൽ തബൂഖിൽ അബൂബക്കർ തങ്ങൾ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും കൊടുത്തു എന്നുള്ളത് ഒരു മനുഷ്യ കുഞ്ഞുപോലും അറിയില്ല. അത് അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. നബി തങ്ങൾ ചോദിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. ഒരു സഹാബിയുടെ ചരിത്രം നമുക്കൊക്കെയും സുപരിചിതമാണ്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ തങ്ങളുടെ സന്നിധിയിലേക്ക് വന്ന സമയത്ത് ആരാണ് ഈ മനുഷ്യന് ഭക്ഷണം കൊടുക്കാമെന്ന് നബി തങ്ങൾ ചോദിച്ചു. തങ്ങളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, ആരും ഭക്ഷണം കൊടുക്കാനില്ല. അവസാനം ഒരു സഹാബി ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, നബി തങ്ങളുടെ അതിഥിയാണ്, നമ്മുടെ കയ്യിൽ കൊടുക്കാൻ എന്താണുള്ളത്? ആ സമയത്ത് ഭാര്യ പറയുന്നുണ്ട്, മക്കൾക്കുള്ള ഭക്ഷണം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ മക്കളെ പെട്ടെന്ന് ഉറക്കുന്നു. അവര് അതിഥിയുടെ മുന്നിൽ ഭക്ഷണം വിളമ്പുന്നു. പെട്ടെന്ന് ലൈറ്റ് അണച്ചുകൊണ്ട് അവരും ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. അവസാനം അതിഥി വയറ് നിറച്ച് കഴിക്കുന്നു. വീട്ടുകാർ പട്ടിണി കടന്ന് അന്ന് രാത്രി കടന്നുറങ്ങുന്നു. പക്ഷെ പടച്ചവൻ ഇത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ആ സഹാബി പിറ്റേന്നും പതിവ് പോലെ പള്ളിയിലേക്ക് വന്നു. ഒരു മനുഷ്യൻ പോലും അന്ന് ആ രാത്രി വീട്ടിൽ നടന്നത് നമ്മൾ ആരും അറിയില്ലായിരുന്നു. ആ സഹാബിക്കാരെയും അറിയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ചെയ്തത് വളരെ വലിയൊരു കാര്യമാണല്ലോ. സ്വന്തം മക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ നബി തങ്ങളുടെ അതിഥിയാണ് എന്നുള്ള മഹത്വം മനസ്സിൽ കണ്ടുകൊണ്ട് ആ മനുഷ്യന്റെ വയറ് നിറച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അന്ന് രാത്രി ആ വീട്ടിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള കഷ്ടപ്പാടുകൾ, വിശപ്പ് മനസ്സുള്ളിലുണ്ടായിട്ടും അവർ നടത്തിയിട്ടുള്ള അഭിനയങ്ങള്, ഭക്ഷണം തളികയിൽ കൈയിട്ടുകൊണ്ട് ശബ്ദമുണ്ടാക്കുകയും കറി ഒഴുക്കാൻ വേണ്ടിയിട്ട് അവർ കയ്യിലെടുക്കുമ്പോൾ വെറുതെ പാത്രത്തിൽ തട്ടി ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിഥിക്ക് തോന്നണം നമ്മളും കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അന്ന് രാത്രി ആ വീട്ടിൽ അറിഞ്ഞിരുന്നു. ആ സഹാബിയും ഭാര്യക്കും മാത്രമാണ് ആ ചരിത്രം അറിയുക. ഭക്ഷണം കഴിക്കാൻ വന്ന അതിഥിക്ക് പോലും അറിയില്ല. അങ്ങനെ രഹസ്യമാക്കി വെച്ചിരുന്ന അമലാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ആ സഹാബി പള്ളിയിലേക്ക് കടന്നു പോകുന്നപ്പോൾ നബി തങ്ങളാണ് പറഞ്ഞത്, റഹിഖല്ലാഹു മിൻ സനിഇകുമാ, നിങ്ങൾ രാത്രി നിങ്ങൾ അതിഥിയോട് ചെയ്ത കാര്യമുണ്ടല്ലോ, അതിൽ പടച്ചവൻ സംതൃപ്തരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്തു നിന്നും വഹയിലൂടെ നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. നബി തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും അവര് ചെയ്ത അമലുകൾ അറിയില്ല. ഇങ്ങനെ എത്രയെത്ര അമലുകൾ സഹാബാക്കളുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് സ്വകാര്യമായിട്ട് ഉണ്ടാകും. നമ്മളൊരു അമല് ചെയ്യുമ്പോഴേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുമ്പോഴേക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം വരാറുണ്ട്, ഇത് രണ്ടാൾ അറിയണം, അതല്ലെങ്കിൽ നാലാൾ അറിയണം, ഞാൻ ഇന്നത് ചെയ്തു, ഇന്നത് പള്ളിക്ക് വേണ്ടി കൊടുത്തു, ഇന്നത് ഇന്ന കാര്യമായിട്ട് ചെയ്തു എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് തകല്ലുഫിന്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇപ്പൊ ഞങ്ങളൊരു സഹാബിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, 3 ദിവസം ആ വാതിലിൽ കൂടി ആദ്യം കടന്നു വരുന്ന ആള് സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. 3 ദിവസവും ഒരു സഹാബി കടന്നു വന്നു. പക്ഷെ ആ സഹാബിക്ക് നബി തങ്ങൾ പറഞ്ഞതൊന്നും അറിയില്ല. പക്ഷെ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള അമൽ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വേറൊരു സഹാബി ആ മനുഷ്യന്റെ വീട്ടിൽ അതിഥിയായി 3 ദിവസം നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു അമലും ചെയ്യുന്നില്ല, നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, അവരൊക്കെ ചെയ്യുന്ന അമലുകൾ തന്നെയാണ് ചെയ്യുന്നത്. 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം തിരിച്ചു പോകുമ്പോൾ നബി തങ്ങൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് മാത്രം നിങ്ങൾ എന്ത് അമലാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ എന്താ പറഞ്ഞത്, എനിക്കും അങ്ങനെ സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ അമലൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നബി തങ്ങൾ ഇതായിരിക്കും പറഞ്ഞത്, എന്റെ മനസ്സിൽ ഒരാളോടും വിദ്വേഷമില്ലാതെയാണ് ഞാൻ രാത്രി കിടന്നിറങ്ങാറുള്ളത്, അതായിരിക്കാം എന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ട്. ആ മനുഷ്യന് താൻ ചെയ്യുന്ന വലിയൊരു കർമ്മത്തിന് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത് പോലെ ഞാൻ എന്തൊക്കെയോ വലുത് ചെയ്തു എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഒരു പക്ഷേ ഇതായിരിക്കാം, എന്റെ മനസ്സിൽ ഒരാളോടും വിദ്വേഷമില്ലാതെയാണ് ഞാൻ കിടന്നിറങ്ങാറുള്ളത്, അതായിരിക്കണം നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
അതല്ലാതെ വലിയ അമലൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കുക. ഒരാൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ കുറിച്ച് ആലോചിക്കുന്നത് എന്താണ്? ഞാൻ അവന് പുറത്തു കൊടുത്തിട്ടില്ലേ, ഓൻ എന്നെ എന്തൊക്കെ പറഞ്ഞു, എന്നിട്ടും ഞാൻ അവനോട് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. നമ്മൾ ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴേക്ക് അത് നാലാളുടെ മുന്നിൽ നമ്മൾ പറയുകയും പ്രദർശിപ്പിക്കുകയും നമ്മൾ എന്തോ വലുത് ചെയ്ത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നമ്മുടെ വിശ്വാസത്തിന് യോജിച്ചതല്ല, ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അഖല്ലുഹും തകല്ലുഫ, ഇബാദത്തുകളിലാവട്ടെ ജീവിതത്തിലാകട്ടെ തകല്ലുഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ കയ്യിലില്ലാത്തതിൽ നമ്മൾ അഹങ്കരിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ കയ്യിലില്ലാത്തത് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അഭിനയിക്കാനും പാടില്ല. എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായാലും എത്ര വലിയ നിലയിലെത്തി കഴിഞ്ഞാലും സാധാരണമായ ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും വലിയ മാതൃകയാണ് ആ വിഷയത്തിൽ. ഒരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ബദർ യുദ്ധത്തിന്റെ സമയത്ത് സഹാബാക്കൾ യാത്ര ചെയ്യുമ്പോൾ അവരില് എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള വാഹനമില്ല. ഒരൊട്ടകപ്പുറത്ത് 3 ആള് വെച്ച് കയറണം എങ്കിൽ മാത്രമേ എല്ലാവർക്കും വാഹനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി കഴിയൂ. 313 സഹാബാക്കളോളം അന്ന് സഹാബാക്കളുടെ കൂട്ടത്തിലുണ്ട്. കുറച്ച് ഒട്ടകങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്നീ 2 പേരുണ്ടായിരുന്നു. അതായത് നബി തങ്ങളും അബൂ ലുബാബയും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുമ, ഇവർ 2 പേർക്കുമാണ് ഒരൊട്ടകം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒട്ടകത്തിൽ കയറാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങൾ കുറച്ചു നേരം യാത്ര ചെയ്തിട്ട് ഒട്ടകത്തിൽ നിന്നും ഇറങ്ങി. അലി റളിയല്ലാഹു അൻഹു അബൂ ലുബാബയും പറഞ്ഞു, നബിയെ വേണ്ട, അങ്ങ് തന്നെ ഒട്ടകത്തിൽ കയറിക്കോ, അങ്ങ് കയറി യാത്ര ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഒട്ടകത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ നടന്നോളാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവാണ്, മുസ്ലിമീങ്ങളുടെ നേതാവാണ്, ലീഡറാണ്. നബി തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാഹനം വേണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും ഇപ്പോൾ സ്വന്തമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വാഹനം നിയമിച്ചു കൊടുക്കും. പക്ഷെ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, മാ അൻതുമാ ബിഅഖ്വാ മിന്നി വലാ അന്ന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ. മാ അൻതുമാ ബിഅഖ്വാ മിന്നി, നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളെക്കാളും ശാരീരിക ക്ഷമത എനിക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങളെക്കാളും ആരോഗ്യം കൂടുതൽ എനിക്കാണ്. അങ്ങനെ എനിക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്നോട് കയറണ്ട എന്ന് പറയുന്നതെങ്കിൽ എനിക്ക് നടക്കാം. ഒരുപക്ഷെ നിങ്ങൾ നടന്നാലാണ് രോഗികളാവുക, ഞാൻ വേണമെങ്കിൽ ഫുള്ള് നടക്കാൻ തയ്യാറാണ്, നിങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറിക്കും, എനിക്കങ്ങനെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. മാ അൻതുമാ ബിഅഖ്വാ മിന്നി, നിങ്ങൾ എന്നേക്കാൾ ശക്തരൊന്നുമല്ല. ഇനി രണ്ടാമത്തെ രീതിയിലാണെങ്കിൽ വലാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ, കൂലിയുടെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൂലി കിട്ടുന്നുണ്ടല്ലോ, കുറച്ചു നേരം നടക്കുന്നു, കുറച്ചു നേരം ഒട്ടകപ്പുറത്ത് കയറുന്നു, ഇങ്ങനെ ഒരു ത്യാഗത്തിന്റെ രീതിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പടച്ചവന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ഒരു കൂലിയാണ്. ആ കൂലി എനിക്ക് കിട്ടണ്ട എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളെക്കാളും ആ കൂലിയിലേക്ക് ആവശ്യക്കാരൻ ഞാനാണ്. നിങ്ങളെക്കാളും ആ കൂലിയിലേക്ക്, ആ പ്രതിഫലത്തിലേക്ക് ആവശ്യക്കാരൻ ഞാനാണ്. നിങ്ങൾക്ക് കൂലി കിട്ടുമ്പോൾ, പടച്ചവന്റെ അടുത്ത് പ്രതിഫലം കിട്ടുമ്പോൾ എനിക്ക് കിട്ടാതിരിക്കാന്ന് പറയുന്നത് എന്തൊരു വല്ലാത്തൊരു മോശമായിട്ടുള്ള കാര്യമാണ്. ആ കൂലി എനിക്കും കിട്ടണം, എനിക്കും അതിലൂടെ സ്വർഗം നേടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. എത്ര ലളിതമായിട്ടാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ വേണ്ടിയിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ട് കടന്നു ചെന്നു. അവര് കീഴടക്കി. പക്ഷേ ഖലീഫ നേരിട്ട് വന്നാൽ മാത്രമേ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി തരൂ എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. അബൂ ഉബൈദ കത്തയച്ചു റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. അദ്ദേഹത്തിന്റെ ഒരു വൃദ്ധന്റെ കൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇതേപോലെ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വാഹനം മാത്രമാണ് അന്ന് അവർ ഉപയോഗിച്ചത്. കുറച്ച് സമയം ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറും, ഭൃത്യൻ അതിന്റെ മൂക്ക് കയറും പിടിച്ച് നടക്കും. കുറച്ചു കഴിഞ്ഞാൽ ഭൃത്യൻ ഒട്ടകപ്പുറത്ത് കയറും. അബൂ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാണ് അദ്ദേഹം? ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്, അത്രയും വലിയ തസ്തികയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം മൂക്ക് കയറി പിടിച്ച് നടക്കും. ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ഭൃത്യൻ ഒട്ടകപ്പുറത്തും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മൂക്ക് കയറും പിടിച്ചിട്ടാണ് നടന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് പോലും ആ സമയത്ത് വല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടായി. ഇവിടെ എത്തുമ്പോഴെങ്കിലും അങ്ങേക്കൊന്ന്
ഒട്ടകപ്പുറത്ത് കയറിക്കൂടെ എന്ന് നോർമലായിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ ഉബൈദ, നീ അല്ലാതെ വേറൊരാളാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ ശരിപ്പെടുത്തിയേനെ. ഇസ്ലാമിനേക്കാളും വലിയ ഇസ്സത്ത് വേറെന്തിനാണുള്ളത്? ഈ കാണുന്ന ആൾക്കാരുടെ മുന്നിൽ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി വരുമ്പോൾ ഇതിന്റെ ഒട്ടകപ്പുറത്ത് ഇരിക്കണമെന്നാണ് നീ പറയുന്നത്? അതല്ല ഇസ്സത്ത്, അതല്ല അഭിമാനം, അതല്ല അന്തസ് എന്ന് പറയുന്നത്. ഇസ്ലാം നമുക്ക് തന്നിട്ടുള്ള ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലാണ് ഞാൻ അന്തസ് കാണുന്നത്, അതല്ലാതെ പുറമെയുള്ള ഇത്തരത്തിലുള്ള പ്രകടനത്തിലല്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഈ സഹാബാക്കളെ കുറിച്ച് നമ്മൾ അറിയണം. ഫഅരിഫൂ ലഹും ഫദ്ലഹും വത്തബിഊഹും അലാ അഥരിഹിം. ഈ സഹാബാക്കളുടെ പാത പിന്തുടരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഇവരോളം ഉയരാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ നമുക്ക് കഴിയണമെന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് വളരെയധികം ആശ്വാസം തരുന്ന ഒരു ഹദീസാണ്. ഇന്ന മിൻ വറാഇകും അയ്യാമുസ് സബ്ർ. നിങ്ങൾക്ക് ശേഷം ഒരു ഫിത്നയുടെ കാലഘട്ടം വരാനുണ്ട്. നിങ്ങൾക്ക് ശേഷം ഒരു ഫിത്നയുടെ കാലഘട്ടം വരാനുണ്ട്. അന്ന് സൗകര്യങ്ങൾ കൂടും, സാഹചര്യങ്ങൾ വഷളാകും, മോശമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും. ഒരാൾക്ക് ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ചൂടുള്ള ഒരു തീക്കട്ട കയ്യിൽ പിടിക്കുന്നതിനേക്കാളും പ്രയാസകരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ലിൽ ആമിലി ഫീഹിന്ന അജ്റു 50 മിൻകും. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് ആരെങ്കിലും ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ പരിഹസിക്കും, ആൾക്കാർ മോശം പറയും, പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ സമയത്തും ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ആൾക്കാരുടെ ഇഷ്ടത്തിനോ ആൾക്കാരുടെ താല്പര്യത്തിനോ മുൻഗണന കൊടുക്കാതെ ഫിത്നകളിൽ പതരാതെ പടച്ചവന്റെ കൽപ്പന അനുസരിച്ച് നബി തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് സഹാബാക്കൾ കാണിച്ചു തന്നിട്ടുള്ള ജീവിത മാർഗ രേഖ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ 50 പേര് ചെയ്യുന്ന അമലുകൾക്ക് അയാൾക്ക് കൂലി ഉണ്ടാകുന്നതാണ്. അതായത് സഹാബാക്കളിൽ നിന്നും 50 ആൾക്കാര് അമലുകൾ ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന കൂലി എത്രയാണോ ആ കൂലി ഫിത്നയുടെ കാലഘട്ടത്തിൽ ലിൽ ആമിലി ഫീഹിന്ന അജ്റു 50 മിൻകും, നിങ്ങളിൽ നിന്നും 50 പേരുടെ കൂലി അന്ന് ഫിത്നയുടെ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. സഹാബാക്കളോളം ആ ഒരു വലിയ ദറജയിലേക്ക് ഉയരാൻ വേണ്ടി നമുക്ക് കഴിയില്ല എങ്കിലും അവർ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലത്തിന്റെ ആ ഒരു വളർച്ചയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കഴിയും. എപ്പോൾ? ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഫിത്നകളും തെറ്റുകളും കുഴപ്പങ്ങളും ഒക്കെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ദീനനുസരിച്ചുള്ള വസ്ത്രധാരണമാവട്ടെ, കുടുംബജീവിതമാകട്ടെ, കച്ചവടമാകട്ടെ, മറ്റെല്ലാം പ്രയാസമാകുന്ന രീതിയിൽ എല്ലാ നഷ്ടങ്ങളും സഹിച്ച് സ്വർഗമെന്നുള്ള ആഖിറമെന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഈ സഹാബാക്കളോളം ഒന്നല്ല 50ഓളം സഹാബാക്കളുടെ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മരണാന്ത്യം വരെ ഏത് പ്രതിസന്ധി പ്രയാസ സാഹചര്യത്തിലും ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വാസി എന്ന രീതിയിൽ നമുക്കുള്ള ബാധ്യതകളെ കുറിച്ച് കൂടുതലായി അറിയുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രദാനം ചെയ്യട്ടെ.